ദീപക് വിശദമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചല്ലോ ഇന്നലെ രാത്രിയിലെ പി വി അൻവറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് വ്യക്തിപരമായ നിലയിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് പിണറായി സത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മാറരുത് എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ 45 മിനിറ്റോളം എങ്ങനെ സംസാരിച്ചു, എന്ത് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ പോലും അദ്ദേഹത്തെ കാണേണ്ടതില്ല എന്ന നിലപാടെടുത്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നത് അത് PV അൻവറിന് ഗുണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ രീതിയിലുള്ള ഒരു നേതാവല്ല ഞാൻ, ഒരു മുന്നണി ചർച്ചയ്ക്ക് പോകേണ്ട നേതാവല്ല, KC വേണുഗോപാലിനെ പോലുള്ളയോ VD സതീശനെ പോലുള്ള സ്റ്റേച്ചറിലുള്ള ഒരു നേതാവല്ല, അതുകൊണ്ട് തന്നെ കണ്ടത് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കൂടിക്കാഴ്ചയോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. കാരണം വളരെ കൃത്യമായ നിലപാട് KC വേണുഗോപാൽ എടുത്തു, അദ്ദേഹത്തെ കാണേണ്ടതില്ല എന്ന്. മറ്റൊന്ന്, ഇനിയൊരു ചർച്ചയില്ല എന്ന നിലപാടിൽ VD സതീശനും സണ്ണി ജോസഫും എത്തി. ഇത്തരത്തിൽ നേതൃതലത്തിൽ UDF ഒരു നിലപാടെടുത്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ സൗഹൃദ സന്ദർശനമാണെന്ന് വ്യാഖ്യാനം നൽകിയാൽ പോലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വിജയസാധ്യത കുറവായതുകൊണ്ടുള്ള പേടിയിൽ അങ്കലാപ്പിൽ പോയതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാത്രവുമല്ല CPM വളരെ കൃത്യമായി അതിനെ നിലപാടെടുത്തു. AV ജയരാഘവൻ ഇന്ന് 24നോടാണ് ആ കാര്യം പറഞ്ഞത്. അതായത് ഇത് പോകുന്നത് കോൺഗ്രസിൻ്റെ കാര്യമാണ്, കാരണം അവർക്ക് പേടിയുണ്ട്. മാത്രവുമല്ല അൻവർ സ്ഥാനാർത്ഥിയായാൽ അത് UDFനാണ് ദോഷം ചെയ്യുക, LDFന് ഗുണം ചെയ്യുമെന്ന് PB അംഗം AV ജയരാഘവനും പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയ പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. പക്ഷേ അത് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കി എന്നുള്ളതാണ് വസ്തുത. SK ഓക്കെ, ദീപക് തർമ്മണാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ PV അൻവർ മത്സരിച്ചേക്കും, മത്സരിക്കുന്നതിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും. അൻവറിന് ദേശീയ നേതൃത്വം ചിഹ്നം അനുവദിച്ചു കൊടുത്തുന്ന വാർത്ത. അതേസമയം PV അൻവറുമായി രാത്രി കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടു. പിണറായിസിനെതിരായ പോരാട്ടത്തിൻ്റെ ട്രാക്ക് മാറരുത് എന്നാണ് PV അൻവറിനോട് അഭ്യർത്ഥിച്ചതെന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് PV അൻവറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹം CPMന് വേണ്ടി അതിശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തിടത്തുനിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ആ മൊമെൻ്റ് തൊട്ട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട്. ഞാൻ ഇന്നലെ ശ്രീ PV അൻവറിനോട് സംസാരിച്ച കാര്യവും രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ശ്രീ PV അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക UDFനാണ്. ആ UDFനെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അൻവറിനെ കാണാൻ രാത്രിയിൽ പോകുന്നത് UDFന്റെ ഗതികേട് എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണം. അൻവർ വിഷയത്തിൽ നേതൃത്വം നിലപാട് പറയുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും 24നോട്. PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ UDF നേതൃത്വമാണ് അക്കാര്യം ചർച്ച ചെയ്യുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്, അത് അവരാണ് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അൻവറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും UDF നേതൃത്വമാണ് ചർച്ച ചെയ്യുന്നത്. UDF നേതൃത്വം ആ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിപിൻ സി വിജയൻ, വിവരങ്ങൾ. അതെ, ബൂത്ത് കൺവെൻഷനുകളൊക്കെയായി UDF കളം നിറയുകയാണ്. ആദ്യം തന്നെ കൺവെൻഷനുകളൊക്കെ നടത്തിയത് UDF ആയിരുന്നു. ഇപ്പോഴും അവർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇപ്പോൾ നാളെയാണ് അവരുടെ അതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതൃത്വം നാളെ ഇവിടെ എത്തുകയും ചെയ്യും. എന്നാൽ പോലും ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയക്കുഴപ്പം UDFനെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നേതൃത്വം ഈ ഒരു തീരുമാനമെടുക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി PV അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് തന്നെയായിരിക്കും വേദിയാവുക. ഒരു തർക്കവുമില്ലാത്ത രീതിയിൽ വലിയ പോരാട്ടം തന്നെ നടക്കും. കാരണം BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വരുന്നു, ഒപ്പം തന്നെ LDF, UDF, PV അൻവർ എന്നുകൂടി പറയുമ്പോൾ ഈ SDPIയും രംഗത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3000-ലധികം വോട്ടുകൾ പിടിച്ചതായിരുന്നു SDPI. അതുകൊണ്ട് തന്നെ മത്സരം അതിശക്തമായിരിക്കും. ഓരോ വോട്ടുകളും പ്രധാനമെന്നുള്ളത് തന്നെ കൺവെൻഷനുകളും പ്രചാരണങ്ങളുമായി എല്ലാ മുന്നണികളും കളം നിറയുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഉറപ്പിച്ചു. ആദ്യ ദിവസം തന്നെ 2 റോഡ് ഷോകളുമായിട്ടായിരുന്നു LDFന്റെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത്. SK
വിപിൻ സി വിജയൻ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജനങ്ങളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? SKN കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ തിരഞ്ഞെടുപ്പ് എന്തിനെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവർക്ക് കൂടുതലുള്ളത്. കാരണം മഴ ആശങ്കയായിട്ട് നിന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇതൊരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായി ജനങ്ങൾക്ക് ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വളരെ കുറച്ചൊരു സമയത്തിന് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് എന്തിനെന്നുള്ളൊരു ചോദ്യമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ആയി ആ ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ ഒരു പോരാട്ട ചൂടിലേക്ക് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളൊരു നിലയിലേക്ക് തന്നെ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് അവരൊക്കെ സജീവമായി തന്നെ ഇറങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലത്തെ റോഡ് ഷോയിലൊക്കെ വലിയ ജനപങ്കാളിത്തം കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ പ്രചാരണം കൊണ്ട് ആ ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു തണുപ്പൻ മട്ട് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മുന്നണികളൊക്കെ സജീവമായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ആര്യടൻ ഷൗക്കത്തിൻ്റെ ഒക്കെ പേരിൽ വളരെ കുറച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. അങ്ങനെ നാട്ടുകാർക്ക് ഇടയിൽ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ വളരെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നു. ഇപ്പോഴത് പതുക്കെ മാറി വരുന്നുണ്ട്. ഇനി PV അൻവർ കൂടി ഇറങ്ങുന്നതോടുകൂടി എല്ലാ ശ്രദ്ധയും നിലമ്പൂരിലേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, കൺവെൻഷനുകൾ നടക്കുന്നു. അങ്ങനെ അത് സജീവമാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഒപ്പം തന്നെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതും ഈ നാടിനെ സംബന്ധിച്ച് അല്പം